ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ പൊൻകുന്നംകാവ് ദേവീക്ഷേത്ര അമ്പലത്തിലെ ഉത്സവമാണേ. ഒരുപാട് അമ്പലത്തിൽ ഞാൻ കാണിക്കാറുണ്ട്, കൂടുതലും ഞാൻ ചെറുക്കടവിലാണ് ഈയിടെ ഇട്ടത്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ, എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്താണ്, ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്താണ്. സെൻറ്ററായിട്ട് വരും കേട്ടോ, പൊൻകുന്നം ടൗണ്, അവിടെയാണ് ഈ അമ്പലം കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ. അതുപോലെ തന്നെ ദേവി ഭദ്രകാളിയാണ് പ്രതിഷ്ഠ വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് വിശ്വാസമുള്ള ഒരു അമ്പലമാണ്. കാരണം ഞാൻ ഈ കൊച്ചുണ്ടായിരുന്ന സമയത്തൊക്കെ ഒരുപാട് നേർച്ചയും വഴിപാടുകളൊക്കെ ഈ അമ്പലത്തിൽ ചെയ്തിട്ടുണ്ട്. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദേവിയാട്ടോ. കാരണം നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ഏത് ദൈവങ്ങളും നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് എൻ്റെ വിശ്വാസം. അത് സത്യം കേട്ടോ. പിന്നെ ഈ അമ്പലത്തിൽ ചില അമ്പലങ്ങൾ അങ്ങനെയാണല്ലോ, നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രത്യേക ഫീലിംഗ് തോന്നും എന്ന് പറഞ്ഞാൽ എനിക്കും കേട്ടോ. വളരെ ശാന്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നും. വളരെ കാമാട്ടോ. അപ്പം ഇവിടെ നാടകമാണ്, ഇപ്പം നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അങ്ങനെ റഷില്ല, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഒത്തിരി ദിവസമില്ല, 5 6 അത്രയും കണ്ടൊക്കെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഉത്സവത്തിൻ്റെ ഡേയ്സ് കേട്ടോ. കാരണം 10 ദിവസം ഇല്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ കുംഭഭരണിയാണ് ഇവിടുത്തെ പ്രധാനം കേട്ടോ. കുംഭോടമുണ്ട്, പകലാണ്. പിന്നെ വൈകിട്ട് ആറാട്ടാണെങ്കിൽ നമ്മുടെ ചെർക്കട അമ്പലത്തിലെ ചിറയിലാണ് ആറാടിയിട്ട് തിരിച്ചു വരുന്നത് ദേവി കേട്ടോ. അപ്പം വഴി നീളെ വിളക്കുകളും അങ്ങനത്തെ എതിരേൽപ്പുണ്ട് ആ വഴി മുഴുവനും കേട്ടോ. അതൊക്കെ അടിപൊളി കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇത് അമ്പലത്തിലെ സൈഡായിട്ടുള്ള ഭാഗമാണ്. അവിടെ ഈ കാണുന്നതാണ് അയ്യപ്പൻ്റെ പ്രതിഷ്ഠ കേട്ടോ. അയ്യപ്പൻ്റെ സെപ്പറേറ്റ് പ്രതിഷ്ഠയാണ്, ഒരു അമ്പലം പോലെ, ചെറിയൊരു അമ്പലം പോലെ കേട്ടോ. പിന്നെ ഒരു ആന അവിടെ നിൽപ്പുണ്ട് കേട്ടോ. വിളക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ആന അവിടെ നിൽക്കുന്നത്. 10 മണിക്കൊക്കെ വിളക്കൊക്കെ തുടങ്ങത്തുള്ളേ. അപ്പം നമ്മൾ അതിനിപ്പുറം ഇങ്ങ് പോന്നു. മോൾക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവളെ കാണിക്കാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത് കേട്ടോ. പിന്നെ എനിക്ക് അമ്പലത്തിലൊക്കെ ഉത്സവം തുടങ്ങുമ്പോൾ നമുക്ക് അടുത്തുള്ള അമ്പലങ്ങളായതുകൊണ്ട്, നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് പോകുന്നതായതുകൊണ്ടും നമുക്ക് ഉത്സവത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് പോകണം എന്നാണ് ആഗ്രഹം. അങ്ങനെ സാധിക്കാറുമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് ഉത്സവങ്ങളുടെ സീസണുകളാണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാം കേട്ടോ. പിന്നെ മെയിനായിട്ട് എനിക്ക് മടിയാണ് വീഡിയോ എടുക്കാനായിട്ട് ഇപ്പം കേട്ടോ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനപ്പോൾ ഓർക്കും എനിക്കിപ്പം 144 145 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഓർക്കും അവരെന്തായാലും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടല്ലേ സബ്സ്ക്രൈബൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ബൈ.